ചെറുക്കൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. ആരെങ്കിലും അയ്യോ രാവിലെ ആയ ഇങ്ങനെയൊക്കെ ശല്യം ചെയ്യുമോ? പൊട്ടാ നില്ലിട മിണ്ടരിയടാ. എനിക്ക് ഞാൻ വരണില്ല. എനിക്ക് തൊടലിട്ടിട്ട് മിണ്ട അവിടുന്ന്. ഞാൻ വരണില്ല. പോടാ. നിന്നെ ഞാൻ കൊണ്ടുപോകൂല. ഞാൻ കൊണ്ടുപോകണോ? കണ്ണിലിട്ട് അടിച്ചു തന്നു ചെറുക്കൻ. ഇന്നലെയും മെനഞ്ഞാന്നും ഉച്ചയ്ക്ക് ശേഷം മഴയാണെങ്കിലും രാവിലെ മഴ കുറവായിരുന്നു. ഞങ്ങളുടെ തോട്ടത്ത് മരമൊക്കെ വെട്ടി. അപ്പം അവനെയും കൊണ്ട് പോകാൻ വേണ്ടി ചേട്ടൻ രാവിലെ വെട്ടി വെച്ചിട്ട് പോയി. അപ്പം പിള്ളേരൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനിങ്ങനെ വെളിയിൽ അവനെ തൊടല് വിട്ടിട്ട് വന്നിരിക്കുകയായിരുന്നു. അതിനിടയിൽ കാണിച്ച ബഹളമാണ് ഇതെല്ലാം. അവന് തൊടലിട്ടാൽ ഉടനെ കൊണ്ടുപോകണം. കാരണം പിന്നെ അവനറിയാം എന്ത് അമ്മ തൊടല് വിട്ടിട്ട് എന്നെ ഇവിടെ ഇരിക്കണേ, പോണ്ടേ, ഇറങ്ങി വരൂ എന്നൊക്കെയാണ്. അവൻ്റെ കുസൃതിയും കണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. തൊടല് ഞാൻ അവിടെ ഇരുന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിനാണ് ഇത്രയും അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ട് എന്നെ ഈ കൊച്ചു പിള്ളേർ വന്ന് നുള്ളും പോലെ അപ്പോഴപ്പോഴാണ് വന്നു ഒരു കുഞ്ഞു കടി. പിന്നെ കണ്ണിൽ എടുത്ത് ഒരു അടി അടിച്ച് തന്നു കേട്ടാ, എൻ്റെ കണ്ണിൽ. അങ്ങനെയൊക്കെ ഇതാക്കണ്ട എഴിച്ചു വാ എന്നുള്ള വിളിയാണ്. പിന്നെ ഞാനും അവനും കൂടി രാവിലെ തോട്ടത്ത് മരം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്താലും വെള്ളം കയറത്തില്ല, അതുകൊണ്ട് ചേട്ടൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെയും കൊണ്ട് ഞാൻ തോട്ടത്തൊക്കെ പോയി. കുറേ ദിവസമായില്ലേ ഇതൊക്കെ. ഇന്നലെയും മെനഞ്ഞാന്നത്തെ കേസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്ന് മരം വെട്ടാൻ പറ്റിയില്ല, ഇത് ഇന്നലെയാണ്. അങ്ങനെ അവനെയും കൊണ്ടുപോയി പാലും ഒക്കെ എടുത്ത് പിന്നെ ഞാൻ അവനെ കൂടി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. അവനും കുറച്ച് നടക്കും, എനിക്കൊരു കൂട്ടാവും, അവൻ്റെ ബാത്റൂം കാര്യമെല്ലാം നടക്കും. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസമായില്ലേ യാത്രകളൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് അവനും ഭയങ്കര സന്തോഷം. ഈ മഴ ആയതുകൊണ്ടേ പുറത്തങ്ങനെ അധികം പോകാനൊന്നും പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഈ മഴ തോരണം നോക്കിയിരിക്കും കേട്ടോ ഇവനൊന്ന് പുറത്ത് കൊണ്ടുപോകാനായിട്ട്. രാവിലെ തുടങ്ങുമല്ലോ മഴ, പിന്നെ ഇതിനിടയിൽ ഇടയ്ക്കൊരു റെസ്റ്റ് ടൈം പോലെ തോർന്ന് കിട്ടുമ്പോൾ ഞാൻ അവനെയും കൊണ്ട് ഓടും. അപ്പോഴേക്കും കാലെല്ലാം നല്ല ചെളിയാവുമേ. ചെളി വയറും എന്ന് വെച്ചാൽ ചെളി കൂടിയല്ലേ മഴ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എൻ്റെ കൂടെ അവൻ്റെ കാലും കൈയും എല്ലാം ചെളി. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഫുള്ള് കഴുകി കൊടുക്കണം. പിന്നെ ഞാൻ തോട്ടത്ത് വന്നിരുമ്പോൾ നമുക്കിവിടെ നല്ല മണമുള്ളൊരു മുളകാണ്, മുളക്. എന്ത് പേരൊന്നും അറിഞ്ഞുകൂടാ. വരണ വഴിക്ക് ശാന്തമാമിയെ കണ്ടപ്പോൾ ഓടിപ്പോയി. ശാന്തമാമി ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ, ഭയങ്കര സ്നേഹവും. അതുകൊണ്ട് എവനും എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ ഇടയ്ക്കൊക്കെ കാണുമ്പം പറയും, എൻ്റെ പിള്ളയ്ക്ക് ഒന്നും ഞാൻ ഒരു മോനെ പോലെയാണ് ശാന്താമി എൻ്റെ അടുത്ത് പറയണം. അയ്യോ പിള്ളയ്ക്ക് ഞാനൊന്നും കൊണ്ടുവന്നില്ല. വീട്ടിൽ എത്തുന്ന മുമ്പേ നല്ല മഴയുടെ കൂടെ വെയിലും എന്ന് വെച്ചാൽ പാലും എടുത്തിട്ട് വന്നപ്പോഴേക്കും ഒരു സൈഡിൽ നല്ല വെയിലും ഒരു സൈഡിൽ മഴ പെയ്തുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് മീൻ മേടിക്കാൻ പോകാമോ, ഒന്ന് തോർന്ന സമയം കൊണ്ട് ഞങ്ങൾ അമ്പൂരിന്നും വീട് വണ്ടിയിലോ അപ്പോഴും വാങ്ങിക്കും. നമ്മൾ കുറച്ച് ദൂരോട്ട് പോയാൽ നല്ല മീൻ കിട്ടുമല്ലോ, അതുകൊണ്ട് വീട്ടിൽ മീൻ കൊണ്ടുവരും, അവിടെ നിന്ന് മേടിക്കും. ഇത് കുറച്ചപ്പുറം അടുത്ത ജംഗ്ഷനിലാണ്. അപ്പം പോയി ഒന്ന് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പം അമ്മയെ നോക്കി ഞാൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം പെയ്ത മഴ വെള്ളവും പോയോണ്ടിരിപ്പുണ്ട്, നല്ല ചൂടും. പിന്നെ നല്ല മീനല്ലേ കാണുമ്പോൾ നല്ല ഫ്രഷ് മീൻ ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നും കൂടി ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ നിന്നും കൂടി വാങ്ങിക്കും കേട്ടോ. പിന്നെ ഉച്ച സമയം മഴയൊക്കെയാണ്. എൻ്റെ കൊണ്ടപ്പം ഇപ്പം സർവീസ് സെറ്റിൽ നിന്ന് ഇറങ്ങണതേ ഇല്ല. ഫുള്ള് അവിടെയെല്ലാം വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. മുടി അവൻ്റെ എന്നെ ഷീറ്റൊക്കെ എടുത്ത് വെച്ച് മഴ തോർന്നാലേ കഴുകാൻ പറ്റുള്ളൂ. എന്നതാ കടിക്കുന്നു, ഗുണ്ടു കടിച്ചു വലിക്കുന്നു, എന്നെ ഇതാ കൊല്ലാൻ പോകുന്നേ, എൻ്റെ ഗുണ്ടു എന്നെ കൊല്ലുന്നേ. അവനെ ബാത്റൂമിൽ വിട്ടില്ലെന്നും പറഞ്ഞ് അവൻ എന്നെ കടിച്ചു കൊല്ലാൻ വന്നിരിക്കുന്നു. ഗുണ്ടു പിന്നെ ആഹാരത്തിൽ കൊതിയുള്ള വൈകുന്നേരത്തെ സ്നാക്സാണ്. അത് എന്ത് സാധനമായാലും ശരി നമ്മളെ ബാക്കിൽ നടക്കുവേ. എണ്ണേരം മണം അടിച്ചപ്പോഴേ അടുപ്പിൻ്റെ മൂട്ടി വന്നിരിക്കാൻ തുടങ്ങിയ ആളാണ്.
പിന്നെ അവന് തന്നെ ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ചേട്ടന് കൊടുത്തേ. ഇവിടെ നിന്ന് ചേട്ടന് കൊടുക്കുന്ന കണ്ടും കൊണ്ട് കുടുകൂടാ അങ്ങോട്ട് ഓടി. ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചെന്ന് ഇങ്ങനെ ഓരോരുത്തരിൽ നിന്ന് ചെന്ന് പങ്ക് വാങ്ങി. വൈകുന്നേരം മാത്രമേ ഇതുള്ളൂ ഇവന്. ആര് കഴിച്ചാലും ഓടിപ്പോവും. ഇതിന് മാത്രമേ കൊതിയുള്ളൂ, ഈ പലഹാരത്തിന് മാത്രമേ അവന്. എല്ലാവരും മുമ്പേ ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ഇരിക്കും കേട്ടോ. എല്ലാവരും കൊടുത്തു പോവും. ഇങ്ങനെ ഓടി നടന്ന് ചേച്ചിയുടെ പങ്കും പിന്നെ മൂത്ത ചേച്ചിയുടെ പങ്കും ചേട്ടൻ്റെ പങ്കും എൻ്റെ പങ്കും പിന്നെ അവൻ്റെ പങ്കും അങ്ങനെ ഓടി നടന്ന് മേടിച്ച് കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിനക്കുള്ള പങ്ക് ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് ചേച്ചി വന്നേ. പിന്നെ നേരത്തെ എന്നെ കടിച്ചത് നിങ്ങൾ കണ്ടില്ലേ. വൈകുന്നേരം ഇവനൊരു ചേച്ചിമാർ വരണ സമയത്ത് ഒന്നീ ഞാനോ അല്ലെങ്കിൽ ഇളയ ചേച്ചിയോ കുറച്ച് അങ്ങോട്ട് ബാത്റൂമിൽ കൊണ്ടുപോകും. ഒരു വൈകുന്നേരം രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 10-11 മണിയുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ 4:30-5 മണിയുടെ ഇടയിലാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ മരം വെട്ടിയിൽ ഹീറ്റടിക്കാൻ വേണ്ടി വണ്ടി എടുത്തതാണ്. ഇത് സീറ്റടിക്കാൻ വേണ്ടി മാത്രം എടുക്കണ വണ്ടി. അപ്പോൾ അതിൽ കയറിയിരുന്നപ്പോൾ അവന് ഒത്തില്ല. പിന്നെ ഞാൻ തന്നെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാനും പോയപ്പം കുഞ്ഞും എൻ്റെ കൂടെ വന്നേട്ടാ. അവൾ എന്നിട്ട് തോണ്ടേ ഒരു കൂട്ടുകാരിയെ കുറച്ച് ദൂരം അങ്ങോട്ട് കൊണ്ടുവിടാൻ പോയതാണ്. ഇതിനിടയിൽ അവിടെ ഒരു ഡോഗിനെ കണ്ടതും ചേച്ചിയും വേണ്ട ആരും വേണ്ട ഓട്ടം. ഇതാണ് അവൻ്റെ കാര്യം കേട്ടോ. പുറത്ത് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ഡോഗിനെ കണ്ടാൽ പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല. പിന്നെ അവൾ വന്ന് അങ്ങ് ഏറ്റുവാങ്ങി. ഇതുവരെ വെളിയിൽ ഏതെങ്കിലും ഡോഗുകളെ കണ്ടാൽ മാത്രമേ ഇവ ഇങ്ങനെ കുരയ്ക്കുള്ളൂ. ഈ പോകുന്ന ചേട്ടനെ പല പ്രാവശ്യം ഇവൻ കാണുമ്പോൾ കുരയ്ക്കുക. എന്ന് വെച്ചാൽ കുഞ്ഞായിരുന്നപ്പോഴേ ഇവനെ എന്തോ അടിക്കാനോ വരട്ടാനോ പോയിട്ടുണ്ട്. ആ ഓർമ്മയിൽ എപ്പോൾ കണ്ടാലും കുരയ്ക്കും കേട്ടോ. വേറെ ആരെയും അങ്ങനെയൊക്കെ പോയി കുരയ്ക്കുക കടിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ ഇവനെ ഇങ്ങനെ വരട്ടണവരെയും കൈ ഓങ്ങണവരെയും അവൻ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ ആരെയും കുരച്ചിട്ടുമില്ല. അല്ല, കുരയ്ക്കും. ഇങ്ങനെ റോഡിൽ കൊണ്ടുപോയെന്നും പറഞ്ഞ് ആരെയും കണ്ടാൽ കുരയ്ക്കൊന്നുമില്ല കേട്ടോ. ഈ അണ്ണനെ എവിടെ വെച്ച് കണ്ടാലും ഗേറ്റിൽ എവിടെ നമ്മൾ വീട്ടിനകത്ത് നിന്നാലും റോഡിൽ പോയാൽ ഈ അണ്ണനെ കാണുമ്പോൾ കുരയ്ക്കും. ഈ അണ്ണനല്ല 1-2 വരെ അവൻ ഇങ്ങനെ നോട്ടപ്പുള്ളികളാക്കിയിട്ടിട്ടുണ്ട്. കടിക്കാനല്ല, ഇങ്ങനെ കുരച്ചിട്ടുണ്ട്. ഇതുവരെ അവൻ ആരെയും കടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ അവളിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ അടുത്ത് അവളെ പങ്കാണല്ലോ, ഇരിപ്പുണ്ട്. അവളെ വീഡിയോ എടുക്കണോണ്ട് അവളിങ്ങനെ എന്നെ ഇങ്ങനെ മുഖത്ത് ദേഷ്യത്തിൽ നോക്കിയാണ്, എന്നെ ഒന്ന് ചെറഞ്ഞ് നോക്കിയാണ് ഞാനൊന്ന് കഴിക്കട്ടെ എന്ന്, എൻ്റെ വീഡിയോ എടുക്കാതെ എന്ന്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഭാഗം അവളിങ്ങനെ എടുത്തുകൊണ്ട് വെച്ചിട്ട് അവനെ കൈ തന്നാലേ തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഷോയിപ്പൊക്കെ ഉണ്ടായിരുന്നു അവള്. കുറേ നേരം ഗുണ്ടുവിനെ അവിടെ ഇരുത്തി കൈതാ അങ്ങോട്ടിരി ഇങ്ങോട്ടിരി എന്നൊക്കെ പറഞ്ഞു. ഇനി കുഞ്ഞു ചേച്ചി മാത്രമല്ലേ കഴിക്കാവുള്ളൂ, അതുകൊണ്ട് അവളെ ബാക്കിൽ തന്നെ ചേച്ചി എന്നുള്ള കെഞ്ചലാണ് അവൻ എന്നെ ഇങ്ങനെ ഇരുത്തി ബുദ്ധിമുട്ടിക്കാതെ. അത് കാണാൻ വേണ്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടെ നല്ല മഴയാണ്. മഴയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നും എനിക്ക് ഈ പറയാൻ മഴയും ഗുണ്ടുവിൻ്റെ ഉറക്കവും ഒക്കെ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. ചേട്ടൻ ഇപ്പം തിരുവനന്തപുരത്തല്ല പണിക്ക് പോകുന്നത്, ഇവിടെ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചേട്ടനെ കണ്ടില്ല, 2 മണിയായിട്ടും കണ്ടില്ല. ഈ മഴയത്ത് വരാൻ പറ്റാതെ ആളവിടെ കുടുങ്ങിപ്പോയോ എന്നാണ് സംശയം. അങ്ങനെ നമ്മളെ ഗുണ്ടപ്പൻ്റെ കിടപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് മഴയത്ത് കിടക്കുന്നത്. ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെയാണ് ഇപ്പം അവൻ്റെ സ്ഥിരം കിടപ്പായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇറക്കി വിടും. ഇനി മഴയൊക്കെ ഒന്ന് മാറിയാലേ എനിക്കിതൊക്കെ ഷീറ്റെല്ലാം കഴുകിയിടണം. അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ ഇവിടെയൊക്കെ. എന്തായാലും അറിയണം എന്തൊരു സുഖവും നമുക്ക് കുറയണം അത് കാണാൻ. ക്യൂട്ട് ബേബി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടന് ചോറൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഇവന് ചോറ് കൊടുത്തു. ഇവനാണെങ്കിൽ ഇത് കണ്ട ചുണ്ടൊന്നും ആവാതെ അങ്ങ് വിഴുങ്ങി ഇറക്കലാണ് അവൻ്റെ ജോലി. അപ്പം ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ പയ്യെ എടുത്തുകൊണ്ട് വന്ന് കസേരയിൽ ഇരുത്തി തന്നത്, ഇവിടെ ഇരുത്തി നീ കൊടുത്തോ എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കൊടുത്തേട്ടോ. ഇവിടുന്ന് 1-2 ഉരുള ചോറ് കൊടുത്തപ്പോഴേക്കും അവൻ ചാടിപ്പോയി. ഞാൻ വിചാരിച്ച് ചോറ് വേണ്ടെന്നും പറഞ്ഞ് പിണങ്ങി പോയതായിരിക്കും എന്ന് കരുതിയപ്പോൾ നമ്മളെ ഗുണ്ടപ്പൻ ഒരിടവും ചാടിപ്പോയതല്ല. ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ എന്നെ ഇട്ട് ഓട്ടിക്കാറില്ല കേട്ടോ. അവന് ഇപ്പം ഭക്ഷണം കഴിക്കും അവൻ.
പിന്നെ ചില സമയം ഇപ്പം മഴയൊക്കെ ഇല്ല അവനിങ്ങനെ കണ്ട ഒരു ചോറ് അവൻ തറയിൽ കളയില്ല, പിന്നെ ചുണ്ടിലൊന്നും ആക്കത്തില്ല, ഒരു വിഴുങ്ങി ഇറക്കലാണ് കേട്ടോ. കണ്ട അങ്ങ് തീർന്ന് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. പിന്നെ അവൻ്റെ ചുണ്ടിലൊന്നും അവന് എച്ചിലൊന്നും ആവാതെ അവൻ അങ്ങ് കറക്റ്റ് അങ്ങ് വിഴുങ്ങി ഇറക്കും. ചവച്ച പല്ലിലൊക്കെ എച്ചിലാവത്തില്ലയോ, അതുകൊണ്ട് ആ പാടെ അങ്ങ് ഇറക്കി എടുക്കും. അവൻ കഴിക്കണ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അവൻ ചവയ്ക്കത്തേ ഇല്ല. പിന്നെ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വിരവി അങ്ങ് വിഴുങ്ങാൻ പരുവത്തിന് ഗുളിക പരുവത്തിനാക്കി അങ്ങ് കൊടുക്കും. ഫുള്ളങ്ങ് ഇറക്കലാണ് അവൻ്റെ ജോലി. കുറേ നേരം ഇരുന്ന പാശനൊരു പിന്നെ മുള്ളൊന്നും ഇട്ട് ഞാൻ വിരവി കൊടുക്കത്തില്ലേ, അതിന് മുള്ള് വല്ലതും അവനാണെങ്കിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ അങ്ങ് വിഴുങ്ങി ഇറക്കലല്ലേ. അതുകൊണ്ട് കഷ്ണങ്ങളൊക്കെ ഊരി കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കും പോലെയാണ് ഞാൻ കൊടുക്കണം. പിന്നെ ഈ തലയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ മേടിക്കുക, അങ്ങനെ അവന് ഇഷ്ടമല്ല തലയും ഇങ്ങനെയൊക്കെ കഴിക്കണത്, ചിലപ്പോൾ മേടിച്ച് കഴിക്കും. പിന്നെ അച്ഛനും ഇതിപ്പം നല്ല മഴയായിട്ട് ചേട്ടനും പോകാൻ പറ്റാതെ ഒരു 5 മിനിറ്റ് ഇവിടെ നിന്നു. അപ്പോഴേക്കും ഇതാണ്ടെ ഉച്ചയ്ക്ക് വന്നപ്പോൾ കുശലമൊക്കെ പറഞ്ഞ് പിന്നെ ഇവനൊരു മോഹം പുറത്ത് പോയാലോ അച്ഛനെ ഒന്ന് പൂശി അങ്ങനെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ചിരിയായിരുന്നു. കൊണ്ടുപോകല്ലോ എന്ന് ഉറപ്പായപ്പം പിന്നെ വീണ്ടും പഴയ സ്ഥാനത്ത് കിടന്ന്. പിന്നെ ഇത് ഞാൻ സ്കില്ല് മറ്റേ ഫുഡിൻ്റെ ഞാൻ പഠിക്കാൻ പോയില്ലേ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ പോയതായിരുന്നു. വീഡിയോ ഒന്നും കറക്റ്റായി കിട്ടിയില്ല, അപ്പോൾ ഇതാണ്. പിന്നെ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ഇവിടെ നല്ല മഴയാണല്ലോ, ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ഗുണ്ടപ്പനും ചേച്ചിയും കൂടി ഇങ്ങനെ ഒരേ ഇരിപ്പാണ്. വേണ്ട എന്തിനായിട്ട് നീ ഇങ്ങനെ ഇരുന്നേ? പിന്നെ അവ അനങ്ങാതെ ഇങ്ങനെ ഗുണ്ടപ്പ അങ്ങനെ ഇരിക്കൂല കേട്ടാ, എല്ലായിടവും അങ്ങനെയാണല്ലോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അവനെ താലോലിച്ചിരിക്കുമ്പോഴേക്കും കുതറി മാറി ചാടി പോവുമല്ലോ. സ്നേഹിക്കാനൊന്നും അവനെ പറ്റൂല കേട്ടോ അധികം. അവൻ ഇങ്ങനെ സ്നേഹിക്കുന്നതിൻ്റെ ഇടയിൽ അവനത് ഇഷ്ടമല്ല, ഇങ്ങനെ കൂടുതൽ കെട്ടിപ്പിടിക്കുന്നതും സ്നേഹിക്കുന്നതും. അവൻ ചാടിപ്പോവും. പക്ഷെ ഇന്ന് ഈ ഇരിക്കണ കണ്ടപ്പോൾ അവൻ അനങ്ങണില്ല. ചേച്ചിയുടെ ദയനീയതയിൽ അവനും എങ്ങനെ ഇരിക്കുന്നു. ദയനീയതയല്ല ഗൈസ്, സംഭവം പ്രോജക്റ്റും അസൈൻമെന്റും ചെയ്ത് വെച്ചിട്ട് അത് സേവ് ചെയ്യാൻ പറ്റാത്തതിന്റെ അവസ്ഥയിലിരിക്കുകയാണ്. ഇത് കുഞ്ഞു അവിടെ വീണത് വേറൊന്നുമല്ല, ഹാണടി കേട്ടും കൊണ്ട് ഗുണ്ടുവും കുഞ്ഞും കൂടി ചാടി ഓടിപ്പോയേ. ഗുണ്ടു ചേച്ചിയെ തള്ളിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ കാലിൽ കയറി തട്ടി. അവ എന്നിട്ട് ആദ്യമേ ഗേറ്റിൻ്റെ അടുത്ത് എത്തി, പക്ഷേ കുഞ്ഞുവിനെ അവിടെ തള്ളിയിട്ടിട്ട് വന്നു. ഇത് എൻ്റെ സഹോദരൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും കേട്ടോ, ബെറോട്ടയും. ഗുണ്ടുവിനും ഇഷ്ടം അവിടുത്തെ ആമിക്ക്, അവൻ സ്ഥിരം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണ തന്നെ ഒരു പങ്ക്. പിന്നെ ഇതാ അവ അങ്ങ് പോയി കയറിയില്ല അകത്തോട്ടെങ്കിൽ ഗുണ്ടു ഇതാണ്ട് ആമിയുടെ പങ്കും ഉണ്ട് കേട്ടോ. ആമി ഇത് സ്ഥിരം നോക്കിയിരിക്കുക, അവൻ എന്തെങ്കിലും അവൻ്റെ കയ്യിൽ ഒരു പൊതിയില്ലെങ്കിൽ അവൾ വീട്ടിൽ കയറ്റത്തില്ല. അതാ പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, അവനൊരു പുതിയ ബെൽറ്റ് വാങ്ങിച്ചത്. എത്രാത്ത ബെൽറ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് ബെൽറ്റും കൊണ്ടുവന്ന് ഒരാഴ്ച ആകുമ്പോൾ തന്നെ അവൻ എങ്ങനെയെങ്കിലും കഴുത്തിൽ കൂടി വലിച്ച് അത് കടിച്ച് തുലയ്ക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കാം. പിന്നെ ഇതിനിടയിൽ ഒന്നി അത് ഇറുക്കമായി പോവും, അല്ലെങ്കിൽ വലുത് തലയിൽ കൂടി ഊരി വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഉള്ളൊരു തുളയിടണം, എങ്കിലേ നമുക്ക് അവന് കറക്റ്റ്. ഇത് വേണ്ട, നല്ല ഇറുകി പോണേ. പിന്നെ ഇനി അടുത്ത ഇതിലിട്ടപ്പോഴേക്കും തലയിൽ കൂടി ഇങ്ങനെ ഊരി വന്ന്. പിന്നെ ചേട്ടൻ കുറേ നേരമായപ്പം കൊണ്ടു മുഷിഞ്ഞ് ചേട്ടൻ അവിടെ പിടിച്ചൊക്കെ ഇരുത്തിയാണ് കുറേ നേരമായി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ തലയിൽ കൂടി ഇങ്ങ് ഊരി വരും കേട്ടോ. അങ്ങനെ പിന്നെ ശരിയാക്കിയൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ ഈ ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ബിന്ദു കണ്ണൻ്റെ ഗീതുമോൾ അറിയാമല്ലോ, ബ്രൗണി. അപ്പം അവന് ഒരു ബെൽറ്റ് ഇങ്ങനെ ബിന്ദു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് അവൻ കളഞ്ഞിട്ടും വരും. അപ്പം എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. അപ്പം അതിൽ വോയിസ് ഇങ്ങനെ ബിന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടാ നിൻ്റെ ബെൽറ്റ് എവിടെയിടാന്ന്. അപ്പം ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ബെൽറ്റ്. അപ്പം ആരോ ബിന്ദു, അപ്പം ഞാൻ പറഞ്ഞു കളഞ്ഞു പോയതാവൂലേ ബിന്ദു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കളഞ്ഞതല്ല, ആരോ ഊരിയെടുത്ത് മാറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്രയും കേട്ടപ്പോഴാണ് അങ്ങനെ എഴുതിയിട്ടത്. ആരോ ബെൽറ്റ് എടുത്ത് വേറെ ഡോഗിന്, അവരോരോ വീട്ടിലെ ഡോഗിന് എന്ന് വെച്ചാൽ കൂടിയ ബെൽറ്റാണ്, അതിൽ ലൈറ്റൊക്കെ കത്തും. അവനെ കൊണ്ട് എന്തായാലും, ബ്രൗണിയെ കൊണ്ട് എന്തായാലും ഊരാൻ പറ്റൂല, ആരെങ്കിലും ഊരി മാറ്റാതെ. അപ്പം ഞാൻ വിചാരിച്ചത് ഇത്രയും നല്ല ബെൽറ്റ് ആയതുകൊണ്ട് ആരോ വീട്ടുകാർ ഊരി അതിനെ അങ്ങ് എടുത്ത് കാണുമെന്ന്. പക്ഷെ അത് എൻ്റെ വന്നൊരു മിസ്റ്റേക്കാണ്, അങ്ങനെയല്ല. പിന്നെ ബിന്ദു മെസ്സേജ് ഞാൻ അങ്ങനെ ഇട്ടും പോയി. പിന്നീട് എനിക്ക് ബിന്ദു മെസ്സേജ് ഇട്ട് അങ്ങനെയല്ല, അത് ഊരി മാറ്റണ വേറെ ഒന്നുമല്ല. അവിടെ ഗവൺമെൻറ്റിൻ്റെ റെസ്ക്യൂക്കാരുണ്ട്,
അവിടെയുള്ള തെരുവിലെ ഡോഗുകൾക്കൊക്കെ എന്ത് വന്നാലും വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ പോലെ അല്ല, ഈ നാട്ടിലെ എൻ്റെ നാട്ടിലെ പോലെയല്ല, എനിക്ക് വേറെ ഉള്ളവരെ നാട്ടിലാരും അറിയത്തില്ലല്ലോ. അപ്പം ഞങ്ങളെ നാട്ടിലെ പോലെയല്ല, വിളിച്ചാൽ ഉടനെ ബിന്ദു പറയാറുണ്ട് ഒരു 5-10 മിനിറ്റിനകത്ത് തന്നെ റെസ്ക്യൂക്കാർ വരും. വയ്യാത്ത ഡോഗുകളൊക്കെ ഫോൺ ചെയ്താൽ ഉടനെ വരും, അവർ എടുത്തുകൊണ്ട് പോവും. പിന്നെ അതുപോലെ വന്ധീകരണം ആണിനും പെണ്ണിനും ഒക്കെ വിളിച്ച് ഇങ്ങനെ ഒരു ഡോഗ് ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഉടനെ വന്ന് നമ്മൾ പിടിച്ചുകൂടി കൊടുത്താൽ എന്ന് വെച്ചാൽ നമ്മൾ ഏരിയ കാണിച്ചുകൂടി കൊടുത്താൽ അവർ ഉടനെ തന്നെ കൊണ്ടുപോകും. പിന്നെ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്നും കാര്യങ്ങളും വന്നൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോകും. അങ്ങനെ അവിടെ അങ്ങനെയുള്ള റെസ്ക്യൂക്കാരുണ്ട്. അപ്പം ഇങ്ങനത്തെ ഡോഗുകൾക്ക് ഇത് ബെൽറ്റ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കൊണ്ടുപോയി. ഇത് ബ്രൗണിയെ ഒരു പ്രാവശ്യം എന്തോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിന്ദുവിന് റെസ്ക്യൂക്കാരെ നമ്പരൊക്കെ ഉള്ളതുകൊണ്ട്, കാരണം അവിടെയുള്ള ഏത് ഡോഗിന് എന്ത് പ്രശ്നം വന്നാലും ബിന്ദു ഉടനെ അവരെ വിളിക്കും. അതുകൊണ്ട് ബിന്ദുവിന് ആ നമ്പറുണ്ട്. അപ്പം ബിന്ദു ഉടനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ബ്രൗണിയെ അവിടെ അവർ ആ ഏരിയയിൽ, അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ആളൊക്കെ ഒഴിഞ്ഞ ഒരു ഏരിയയിൽ വിടുമായിരിക്കും, എനിക്ക് അതും അറിഞ്ഞൂടാ. അതുകൊണ്ട് ബിന്ദുവിനാവുമ്പോൾ ബ്രൗണി ഇവിടെ തന്നെ വിട്ടാൽ ബിന്ദുവിന് ഒരു നേരം ഭക്ഷണം കൊടുക്കുമല്ലോ. അതിന് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ അവന് അറിഞ്ഞൂടാത്തൊരു ഏരിയയൊക്കെ ആകുമ്പം പാടല്ലേ. അതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ അവന് ഏരിയ അറിയാം, വേറെ ഡോഗുകളൊന്നും അധികം വന്ന് ശല്യം ചെയ്യൂല അവനെ. അപ്പം പുതിയ സ്ഥലത്തൊക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ബിന്ദു വിളിച്ച് വീണ്ടും നമ്മളെ ഏരിയയിൽ നിർത്തി. അതുകൊണ്ടാണ് ബെൽറ്റ് ഇല്ലാതെ നിൽക്കുന്ന ഡോഗുകളെ റെസ്ക്യൂക്കാർ കണ്ടാൽ കൊണ്ടുപോകും. അതുകൊണ്ട് ആ നാട്ടിലെ കുറച്ച് കൃമികൾ എല്ലാ നാട്ടിലും കാണുമെന്ന് പറഞ്ഞ പോലെ, അല്ലാതെ അവിടെയുള്ളവരും ബ്രൗണിക്കും വേറെയും ഡോഗുകളുണ്ട് 3-4 പേര്, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. 1-2 ഡോഗൊക്കെ ബിന്ദുവിൻ്റെ അവിടെയും വരും. പക്ഷെ ബിന്ദുവിന് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനോ പിന്നെ എനിക്കിട്ട് യൂട്യൂബിൽ കാണിക്കണമെന്നൊന്നും ഒരു താല്പര്യവും ഇല്ല. പക്ഷെ ഞാനാണ് എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടും ഇത് എല്ലാവരും അറിയട്ടെ, നമുക്ക് ഇങ്ങനെ ഒരു ഗീതുമോളെ എല്ലാവരും കാണുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇട്ടത്. പിന്നെ ആ വീഡിയോ അങ്ങ് കൂടുതൽ ചർച്ചപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പിന്നെ ആ വീഡിയോ അങ്ങ് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെതാ നമ്മളെ ഗുണ്ടപ്പൻ രാത്രി ഇങ്ങനെ ഉറങ്ങുകയാണ്. അച്ഛനും അവനിപ്പോൾ ഇതൊരു സുഖം തന്നെ, ഇങ്ങനെ ഒരു ചെരിഞ്ഞ് കിടപ്പാണ് അവൻ്റെ ഒരു ശീലമായത്. അവനൊരു കട്ടിൽ കൊടുത്തതിന് ശേഷമാണ് അവൻ ഈ അഹങ്കാരം കൂടിയത്. പിന്നെ ഇവിടെ നിന്ന് അവനെ കട്ടിലിൽ ഞാൻ ദ്രോഹിച്ചുകൊണ്ട് കിടത്തുമോ എന്നുള്ള ഒരു പേടിയാണ് എപ്പോഴും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ വലിയ കണ്ടൻറ്റോ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ 2 ദിവസം ഷോർട്ടൊക്കെ എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നും ഞാൻ ഉച്ചയ്ക്ക് മുന്നേ അവിടെ ഇത് വാങ്ങാനൊക്കെ പോയില്ലേ, സർട്ടിഫിക്കറ്റ് മേടിക്കാനൊക്കെ പോയി. അപ്പോൾ ഇന്നും വീഡിയോ ഒന്നും ഇട്ടില്ല. ഇന്നലെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ വീഡിയോ ഇടാത്തത് കൊണ്ട് പിന്നെ വിചാരിച്ച് ഇന്നത്തെയും കൂടി ചേർത്തൊരു ലോങ് വീഡിയോ ഇടാമെന്ന്. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ, ഒരു ചെറിയ വീഡിയോ.